ഹലോ. ഇപ്പോൾ ചക്ക സീസണാണല്ലേ. എല്ലാവരുടെ വീട്ടിലും മിക്കതും ചക്ക ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ചക്ക കൊണ്ടൊരു ചക്ക അട ഉണ്ടാക്കിയാലോ എന്ന്. അതിനായിട്ട് 10-20 ചക്കച്ചോള എടുത്തിട്ടുണ്ട്, 2 അച്ച് ശർക്കരയും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുകളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചക്കച്ചോളയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 2 വിസിൽ വന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ദാ 2 വിസിലിന് ശേഷം ഞാനൊരു 10-15 മിനിറ്റ് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം തുറന്ന് നോക്കിയപ്പോൾ ദാ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ ഇത്രത്തോളം വേവ് മതി നമുക്ക് അടയുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു 1/2-3/4 മണിക്കൂറിന് ശേഷം നമുക്കതിലത്തെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തരിയോട് കൂടിയിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ സ്റ്റവ് സിമ്മിലാക്കി വെച്ചിട്ട് നമുക്ക് ഈ പൊടിച്ച അരി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വറുത്ത് കഴിയുമ്പോൾ അതിൽ ചെറിയ ചെറിയ മണികളുണ്ടാവും. അതൊക്കെ നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാവ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ 2 അച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ അതാ നന്നായിട്ട് ശർക്കരപ്പാവ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. നല്ലൊരു കട്ടിയിൽ നമുക്കിത് കിട്ടുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി ഇതിന് ശേഷം നമ്മളൊരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഈ ചക്കയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൂടെ നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്ര മതി നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ ചൂടാറിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി മുഴുവനായിട്ട് ആഡ് ചെയ്യേണ്ട, കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അരച്ചത് ആ മിക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കൊത്തി മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാതും കൂടെ നന്നായിട്ട് യോജിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അട പരത്താൻ വേണ്ടിയിട്ടുള്ള ഇല റെഡിയാക്കാം. ഇപ്പം ഞാനിതാ വാഴയുടെ ഇല ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അട വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി വയ്ക്കാം. ആ നേരം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇലയിൽ അടയൊക്കെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ ഇലയും എടുത്തിട്ട് ഞാൻ ഈ മിക്സ് എല്ലാം ഈക്വലായിട്ട് എല്ലാത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാ ഇലകളിലും ഞാൻ ഈക്വലായിട്ട് തന്നെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. വളരെ നൈസായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല നൈസിൽ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമാക്കി കൊടുത്തിട്ട് നമുക്ക് പരത്താം. അപ്പോൾ നമുക്ക് സ്പീഡിൽ കയ്യിലൊട്ടാതെ തന്നെ നമുക്ക് പരത്താൻ പറ്റും. അങ്ങനെ ഞാൻ എല്ലാ അടയും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കണം. മടക്കിയതിന് ശേഷം ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം.
അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടയിൽ ആവി കയറുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ മാവൊക്കെ പുറത്തേക്ക് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കുന്നത് അതിൻ്റെ അറ്റമൊക്കെ. ഇനി നമുക്ക് ഓരോ അടകളായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഒന്നിന് മുകളിൽ നന്നായിട്ട് നമുക്കിതുപോലെ അടക്കി വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അരമണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് അരമണിക്കൂറായിട്ടുണ്ട്. ഞാനിതാ തുറന്ന് നോക്കിയപ്പോൾ അടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാ അടകളും നല്ല വേവോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പാകത്തിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അടയൊക്കെ നല്ല ടേസ്റ്റിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അട ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ചക്ക വരട്ടിയതിന് ശേഷമാണ് ഉണ്ടാക്കാറ്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. കാരണം നമുക്ക് പെട്ടെന്നൊരു ചക്കയട കഴിക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരാം. താങ്ക്